ഹായ് ഗൈസ്, എൻ്റെ പേര് ശരത് എന്ന. ഞാൻ മ്യൂസിക് പോഡ് ബാച്ച് 27 സ്റ്റുഡൻ്റാണ്. വൺ ഓഫ് ദ മോസ്റ്റ് റീസെൻറ്റ് ബാച്ചിലുള്ള ഒരു പാസ് ഔട്ട് സ്റ്റുഡൻ്റാണ്. സോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ആക്ച്വലി കുറച്ച് എക്സൈറ്റിംഗ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ടായി. പ്രത്യേകിച്ച് ഇവിടെ ചെന്നൈയിൽ ഹെൻറി കുരുവിള സാറിൻ്റെ ഗൈഡൻസിൽ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ അസ്പയറിംഗ് മ്യൂസിഷ്യൻസിനും അത് ഉപകാരപ്പെടും. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ തരാം. എൻ്റെ വീട് എറണാകുളത്താണ്. ഞാൻ മ്യൂസിക് പോഡിൽ വരുന്നതിന് മുമ്പ് എനിക്കിഷ്ടം ബേസിക് ആയിട്ടുള്ള കീബോർഡ് സ്കിൽസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതായത് യൂട്യൂബിലൊക്കെ നോക്കി മെമ്മറൈസ് ചെയ്ത് പഠിച്ച രീതിയിലുള്ള ഒരു സ്കിൽ ലെവലായിരുന്നു എൻ്റെ. കോഡ്സ് എന്താ, സ്കെയിൽസ് എന്താ, ഇൻ്റർവെൽസ് എന്താ, ഇതൊന്നും വലിയ ധാരണ എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മ്യൂസിക് ബോർഡിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഈ മ്യൂസിക് ബോർഡിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പോർട്ട്ഫോളിയോ വീഡിയോസ് ഉണ്ട്. അതായത് ഇവിടുന്ന് പാസ് ഔട്ട് ആയപ്പോൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ പോർട്ട്ഫോളിയോ വീഡിയോസാണ്. അപ്പോൾ അതിൽ പലരും ഓൾറെഡി ടോപ്പ് ലെവൽ ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. റഹ്മാൻ സാറ്, അനിരുദ്ധ് സാറ്, ജീവ് പ്രകാശ് സാറൊക്കെ ആയിട്ട് കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ പലരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ എൻക്വയറി ചെയ്യുന്ന സമയത്തായിരുന്നു ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന സായി അഭ്യങ്കർ സാറിൻ്റെ സ്റ്റുഡൻ്റാണെന്ന് മനസ്സിലാക്കിയിരുന്നത്. സാറിൻ്റെ ബാച്ച് 18 സ്റ്റുഡൻ്റാണ് സായി അഭ്യങ്കർ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഓവറോൾ എൻക്വയറി ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്കൊരു മിക്സ്ഡ് ഒപ്പീനിയൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുമെന്നാണ് പലരും പറഞ്ഞത്. പിന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ശരിക്കും ആലോചിച്ചിട്ട് പോയാൽ മതി, കാരണം നല്ല മെൻ്റലി ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ്, സാർ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് കൂടുതലും റെസ്പോൺസസ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ മ്യൂസിഷ്യൻസിനും. ഇവിടെ ഒരു ഗുരുകുല സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെന്ന് പലർക്കും ഓൾറെഡി അറിയായിരിക്കും. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു കോളേജ് ഓർ സ്കൂൾ സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഒരു ബാച്ച് ആണെങ്കിൽ പോലും 25-30 പിള്ളേരുടെ ബാച്ചൊന്നും ആയിരിക്കില്ല. 3-4 പിള്ളേരുടെയൊക്കെ ബാച്ചായിട്ടാണ് ഇവിടെ യൂഷ്വലി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പല പിള്ളേരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത്, ചിലവർ എന്നെപ്പോലെ ചെറിയൊരു നോളജൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. മറ്റേ സിസ്റ്റത്തിൽ ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ല. വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കണ്ടേക്കുന്ന ക്ലാസ് എങ്ങനെ നടക്കുന്നത് വെച്ചാൽ സാർമാർ ഒന്ന് ക്ലാസ് എടുത്തിട്ട് പോകും, നമ്മളത് മുഴുവൻ ഇരുന്ന് കേൾക്കും, എന്നിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിനായിരിക്കും ചിലപ്പോൾ സാറായിട്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഭയങ്കര സ്റ്റേലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് പൊതുവേ നമ്മളെല്ലാവരും കണ്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ സാർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ലെവൽ ഓഫ് ഇൻട്രാക്ഷനാണ്. അതായത് ക്ലാസ് എടുക്കുമ്പോൾ മാത്രമല്ല, ക്ലാസ് ടൈമിൽ മാത്രമല്ല, ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും സാറായിട്ടൊരു ഇൻട്രാക്ഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നിലനിർത്തണം. അപ്പോൾ ത്രൂ ഔട്ട് ദ കോഴ്സ് ടൈമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് മെത്തേഡാണ് ഇവിടെ. അപ്പോൾ ഇതൊന്നും ആരും യൂസ്ഡ് അല്ല ഇവിടെ വരുമ്പോൾ. അപ്പോൾ പിള്ളേർ പൊതുവേ യൂഷ്വലി ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതുവരെ ക്ലാസ് എങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് വെച്ചെന്ന് വെച്ചാൽ സാറ് ക്ലാസ്സിന് വരും. അപ്പോൾ സാർ ഇങ്ങനെ ഇൻട്രാക്ഷൻസൊക്കെ പ്രതീക്ഷിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഇതാരൊന്നും യൂസ്ഡ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റുഡൻസ് ജസ്റ്റ് സാറ് ക്ലാസ്സിൽ പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ട് സാറ് ക്ലാസ് കഴിഞ്ഞ് പോവും. ഇവർക്ക് ആർക്കും ചിലപ്പോൾ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ചിലവർ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചോദിക്കില്ല. പക്ഷെ മറ്റു പിള്ളേർക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടായിരിക്കും, പക്ഷേ അവർ ഹെസിറ്റേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു പൊതുവെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മിക്കപ്പോഴും ഇഷ്യൂ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ പിള്ളേർ അസൈൻമെൻറ്റ്സ് ചെയ്തു തുടങ്ങുമ്പോഴാണ്. അതായത് ഇവർക്ക് പല കാര്യത്തിലും ഡൗട്ട്സൊക്കെ ഉണ്ടാവും, ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാർ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സാറിൻ്റെ വീട് ഒരു 10-15 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് കുറച്ച് ദൂരെയാണ് സാറിൻ്റെ വീട്. അപ്പോൾ ഫുൾ ടൈം സാറിന് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ അസൈൻമെൻറ്റ്സ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളൊക്കെ അവർ അസ്യൂം ചെയ്തിട്ടായിരിക്കും അസൈൻമെൻറ്റിൽ ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും സാർ ഉദ്ദേശിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ കാര്യങ്ങൾ സാറ് ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ സാറ് കൊടുത്തതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ പ്രോപ്പർലി നോക്കാണ്ടായിരിക്കും അസൈൻമെൻറ്റ് സാറിന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാറിന് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാർ ഒബ്വിയസ്ലി ഈ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യും. അപ്പോൾ ആദ്യം സാറ് പറയും ഇതെന്താ നോക്കാനെന്ന് ചോദിക്കും. അപ്പോൾ അത് കറക്ഷൻ പറയും. അപ്പോൾ കറക്ഷൻ ചെയ്ത് അയക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ തവണയായിട്ട് പല തവണയായിട്ട് ചിലപ്പോൾ അതേ സില്ലി മിസ്റ്റേക്ക് വീണ്ടും വരുമ്പോഴത്തേക്കും സാറാണെങ്കിലും ആർക്കാണെങ്കിലും ഇറിറ്റേഷൻ വരും. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ ഇവിടെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ സോൾവ് ആയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നത്. അതായത്
എൻ്റെ കോഴ്സ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എൻ്റെ അടുത്ത് ചോദിച്ചു അസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പറ്റുമോ, സാറ് സാലറി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആക്ച്വലി അസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസായിട്ട് ആക്ച്വലി ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഞാനിങ്ങനെ ഇടയിൽ ഒരാളുള്ളതുകൊണ്ട് ഭയങ്കര ബെനിഫിഷ്യലാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. കാരണം ഫുൾ ടൈം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. ആക്ച്വലി ഞാൻ അവർ താമസിക്കുന്ന അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ സാറിന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റുഡൻറ്റും ഞാനും സാറും തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ അവരവരുടെ പ്രോഗ്രസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വിടുന്നതായിരിക്കും. അപ്പോൾ ഫുൾ ടൈം സാറിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലും ഞാനായിരിക്കും അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിൽ ലെവലിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാൻ പാടാത്ത കാര്യങ്ങൾ ഒബ്വിയസ്ലി ഞാൻ സാറിനോട് ചോദിക്കും. സാറിൻ്റെ ഗൈഡൻസ് വാങ്ങിയിട്ടായിരിക്കും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ സാറ് തന്നെ ഡയറക്റ്റ്ലി സ്റ്റെപ്പ് ഇൻ ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയും. അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് സാറ് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. റെഗുലർലി സാറ് കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഫുൾ ടൈം ആ ഒരു 1-on-1 മെൻറ്റർഷിപ്പ് അപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ക്ലാസ്സൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റ്സിൽ മറ്റു പിള്ളേരുടെ കൂടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ സാർ അവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എനിക്ക് ആക്ച്വലി വേണമെങ്കിൽ അതിനൊപ്പം കൂടാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ കോഴ്സ് ടൈമിൽ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും റിവൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അന്ന് എനിക്ക് ഒരു പ്രോപ്പർ ക്ലാരിറ്റി ഇല്ല. തന്നെ പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ രണ്ടാമത്തെ തവണ ക്ലാസ്സിലിരിക്കുമ്പോഴായിരിക്കും ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. പിന്നെ എനിക്കും ഡൗട്ട്സൊക്കെ ചോദിക്കാം. ഞാനും കുറേ ഡൗട്ടൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സാറിന് അതൊന്നും വിഷയമൊന്നുമല്ല. അത് ആക്ച്വലി മറ്റു സ്റ്റുഡൻസിനെ ബെനിഫിറ്റും ചെയ്യും. കാരണം അവർ ആലോചിക്കാത്ത പല ഡൗട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ചോദിക്കുന്നത്. പിന്നെ തിരിച്ചും നടക്കാറുണ്ട്. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ ചിലപ്പോൾ ഞാൻ പോലും ആലോചിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ക്ലാരിറ്റി കുറവുള്ള കാര്യങ്ങൾ ഞാനപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുമായിരിക്കും പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് കൂടി ഉണ്ട് സാറിനെ അസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അസിസ്റ്റൻ്റായിട്ട് ഉള്ളതുകൊണ്ട് ആക്ച്വലി അഡ്മിഷൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിച്ച് സെൻസ് ഉണ്ടോ എന്ന് നോക്കും, റിതം സെൻസ് എങ്ങനെയാണെന്ന് നോക്കും, ഹാർമണി സെൻസ്, പിന്നെ പിയാനോ സ്കിൽസ്. ഇപ്പോൾ പിയാനോ സ്കിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്ലെയർ ആയിരിക്കണം. കാരണം ബേസിക് ആയിട്ടുള്ള ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ കോഴ്സ് അത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊട്ടും പ്രാക്ടിക്കലായിരിക്കില്ല. ഇവിടെ വന്നിട്ട് പിയാനോ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാലും അതും നടപടിയാവുന്ന കേസൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ എൻക്വയറീസ് വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ജസ്റ്റ് പാഷൻ്റെ പുറത്തൊക്കെ വരുന്ന എൻക്വയറീസ് ആണെങ്കിൽ ഞങ്ങൾ യൂഷ്വലി റീഅപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അതൊക്കെ പഠിച്ചിട്ട്. അതൊന്ന് പിന്നെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇമോഷണൽ ഇൻ്റലിജൻസും മെച്യൂരിറ്റിയൊക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കോഴ്സ് കുറച്ച് വർക്ക് ലോഡുള്ളൊരു കോഴ്സാണ്. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 10-15 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും എല്ലാ ദിവസവും. അപ്പോൾ അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അത്യാവശ്യം ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരിക്കണം. അപ്പോൾ നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇന്നേ അതിൻ്റെ പ്ലാനിങ് തുടങ്ങണം. അപ്പോൾ നമ്മളിവിടെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട്. നമ്മൾ എക്സൽ ഷീറ്റിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഗോൾസ് സെറ്റ് ചെയ്ത് ഓരോന്നും ടിക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഫിസിക്കലിയും മെൻ്റലിയും ഫിറ്റ് ആയിരിക്കണം. കാരണം ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് പുറത്ത് എവിടെയും താമസിച്ച് പരിചയമില്ലാത്ത, അതായത് ഒറ്റയ്ക്ക് ജീവിച്ച് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഫുഡ്, ഇവിടെ ആക്ച്വലി ഒരു ചേച്ചിയുണ്ട്, ഇവിടെ ഒരു അക്കയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, വേറൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരത്തി നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, ഹോംലി ഫുഡ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫുഡൊന്നും പറ്റില്ല എന്ന് വരും, എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. ചിലവർക്ക് എന്തെങ്കിലും മൈഗ്രെയിൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പിന്നെ ഫിസിക്കലി ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കോഴ്സ് സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും നാട്ടിലൊക്കെ പോകേണ്ടിയൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉള്ളവർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളത്. കാരണം ഒട്ടും പ്രാക്ടിക്കലായിരിക്കില്ല ഈ കോഴ്സ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മൊത്തത്തിൽ എന്താ പറയുക, ഫുള്ളി പഠനം മാത്രമൊന്നുമല്ല. സൺഡേസ് ആക്ച്വലി ഓഫുണ്ട്. സൺഡേ ആക്ച്വലി ഫുൾ ഡേ നമുക്ക് ഓഫാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ആഴ്ചയിൽ നമുക്ക് ഫുള്ളി റിലാക്സ് ചെയ്യാൻ കിട്ടും. അപ്പോൾ പരമാവധി ബാക്കി എല്ലാ ദിവസങ്ങളും ശരിക്കും അധ്വാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോഴ്സ് ടൈമിൽ ആക്ച്വലി യൂസ് ചെയ്തൊരു അപ്രോച്ച് ഉണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ സാറിനെ ഒരു ക്ലയൻറ്റിനെ പോലെയാണ് കണ്ടത്. ഇത് സാറ് പല സ്റ്റുഡൻസിനോടും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ ആക്ച്വലി ഒരു ക്ലയൻറ്റിനെ പോലെ കാണാമെന്നുള്ള.
അതായത് എനിക്ക് പൈസ തരുന്ന ഒരാളാണ് സാറ്. അപ്പോൾ സാറായിട്ട് ഞാൻ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാറ് പല കറക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അത് പേഴ്സണലി എഫക്റ്റ് ആയിട്ടില്ല, പേഴ്സണലി ഒഫൻഡ് ആയിട്ടില്ല. അപ്പോൾ എത്ര കറക്ഷൻസ് പറഞ്ഞാലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം സാർ എൻ്റെ ഒരു ക്ലയൻറ്റാണ്, സാറ് എനിക്ക് പൈസ തരുന്ന ഒരാളാണ്. അപ്പോൾ ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോഴ്സ് അത്യാവശ്യം നല്ല രീതിയിലാണ് തീർത്തത്. ഒരു ക്ലയൻറ്റിനെ നമ്മൾ ഈ പറഞ്ഞ ഈ സില്ലി മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നത്. കാരണം ഒരു ലോങ് ടേം ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയോടെയാണ് ഞാൻ ആക്ച്വലി ഈ കോഴ്സ് മുഴുവനും ചെയ്തത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോഴാണെങ്കിലും സാറായിട്ട് അത്യാവശ്യം നല്ല റിലേഷൻഷിപ്പാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഇവിടെ കുറേ ലൈഫ് സ്കിൽസും പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ താമസിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 2 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് പിള്ളേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഒക്കേഷണലി ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ യൂഷ്വലി സാറിൻ്റെ അടുത്ത് കാര്യം പറയും, എന്താണ് ഇഷ്യൂ എന്നുള്ളത് പറയും. അപ്പോൾ സാറ് ചെക്ക് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ 2-3 ആഴ്ച മുന്നേ ഇതുപോലെ ഒരു 2 വാഷ് ബേസിൻസിൻ്റെ അടിയിൽ പൈപ്പ് ലീക്ക് ഉണ്ടായി. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും സാറ് വന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു സാറ്. എന്നിട്ട് ഞങ്ങൾ സാറിൻ്റെ കൂടെ പോയി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, പൈപ്പും സീലൻറ്റും അതും ഇതൊക്കെ വാങ്ങി തിരിച്ചു വന്ന് അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടാണ് അതിൻ്റെ റിപ്പയർ തീർത്തത്. അപ്പോൾ സാറ് ഓരോന്ന് നമുക്ക് കാണിച്ചു തരും, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിച്ചു തരും. പ്രോപ്പർലി സാറ് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ ഈ മ്യൂസിക്കലി സാറിൻ്റെ അടുത്ത് നിന്ന് എന്തോരം പാഷൻ പ്രതീക്ഷിക്കാം, അത്രയും പാഷനോടെയാണ് സാർ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സാറ് കാണിച്ചു തരൽ മാത്രമല്ല, ഞങ്ങളോടും ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേ ലൈഫ് സ്കിൽസ് ഇവിടെ നിന്നിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ എന്താ പറയുക, ഇലക്ട്രിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റാനും, ലൈറ്റ് സ്വിച്ച് മാറ്റി വെക്കാനും, റെഗുലേറ്ററൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ, ഫാനിൻ്റെ റെഗുലേറ്ററൊക്കെ ചേഞ്ച് ചെയ്യാനും, അങ്ങനെയൊക്കെ കുറേ ലൈഫ് സ്കിൽസ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കും. അപ്പോൾ ഇതൊക്കെ സാറ് കാണിച്ചു തരും നമുക്ക്. ജസ്റ്റ് ഇതുപോലെ നമ്മൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് സാറ് പോവുമല്ല. പിന്നെ ഇലക്ട്രിക്കൽ കാര്യങ്ങളാണെങ്കിൽ ഈ കോഴ്സിൻ്റെ കരിക്കുലത്തിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതായത് ബേസിക് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ബാച്ചിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കിയെടുത്തായിരുന്നു ഫ്രം സ്ക്രാച്ച്. അപ്പോൾ സാറ് തലേ ദിവസം ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നിട്ടാണ് പോയത്. ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതെല്ലാം കാണിച്ചു തന്നിട്ട് സാറ് പോയി, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ സാറ് കാണിച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങി, എന്താ പറയുക, എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ കേസും സ്വിച്ചസും വയേഴ്സൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ സാറിന് ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു, സാധനം വർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു ഫൺ ലൈഫാണ് ഇവിടെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ രസമാണ്. കാരണം ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോഴത്തേക്കും കുറച്ച് ടയറിങ് ആയിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴത്തേക്കും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇങ്ങനത്തെ ലൈഫ് സ്കിൽസൊക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാമെന്നുള്ള. അതായത് ടെക്നീഷ്യനെ വിളിക്കേണ്ടി വരരുത് കുറേ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ. വിളിക്കില്ല എന്നല്ല, ഇപ്പോൾ AC ഫിൽറ്റർ മാറ്റുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ AC മുഴുവനായിട്ട് അഴിച്ച് മാറ്റി വാട്ടർ വാഷൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നീഷ്യനെ വിളിക്കും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ. പക്ഷെ അല്ലാത്തതൊക്കെ തന്നെ പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ലൈഫ് സ്കിൽസ് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ ഇവിടെ താമസിക്കുമ്പോൾ തന്നെ ഒരു വൈബാണ്. കാരണം എല്ലാവരും മ്യൂസിഷ്യൻസും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പല രീതിയിൽ വൈബ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സൺഡേസൊക്കെ ഞങ്ങൾ രാവിലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കമ്പോസ് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ജാം ചെയ്യാറുണ്ട് ഹോളിലൊക്കെ ഇരുന്നിട്ട്. ചില ദിവസങ്ങൾ സാറുണ്ടാവും. അതായത് ചില ദിവസങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സാറും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ വൈകിട്ട് ഒരു ക്വിസ് സെഷൻ ഉണ്ട്, അതായത് ഇയർ ട്രെയിനിങ് റിലേറ്റഡ് ക്വിസ് ഉണ്ടാവും. അപ്പോൾ അതിനൊപ്പം ചിലപ്പോൾ സാറും ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ക്വിസിൻ്റെ ഇടയിൽ കൂടി ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സാറും ആൻസർ ചെയ്യും, സാറ് എന്തെങ്കിലുമൊക്കെ തെറ്റിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ജോളിയാണ് ഇവിടെ. പക്ഷേ ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നടപടി ആവില്ല. ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ആകെ വരുന്നത് റെഗുലറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റോബോ വാക്ക് ഉണ്ട്, UV റോബോ വാക്ക് ഉണ്ട്. അപ്പോൾ അതിനെ എല്ലാ ദിവസവും ഓൺ ചെയ്ത് എല്ലാ മുറിയിലും ഓടിക്കണം. അത് അതിൻ്റെ പണി ചെയ്തോളും. നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് സാറിന് ഗ്രൂപ്പിലിടണം. അത് മാത്രമേ ഉള്ളൂ റെഗുലറായിട്ടൊരു മെയിൻ്റെനൻസ് വരുന്നത്. പിന്നെ ആഴ്ചയിൽ മാസത്തിൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്.
അതായത് മൊത്തം സാധനങ്ങളൊക്കെ നീക്കി നമ്മൾ പൊതുവേ നമ്മൾ ക്ലീൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അല്ലാതെ ഈ വരുന്ന പ്ലംബിംഗ് വർക്ക്സ്, ഇലക്ട്രിക്കൽ വർക്ക്സ് ഒക്കെ വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. എനിവേ, എനിക്ക് ഇവിടെ ഹെൻറി സാറിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി തന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സോ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരോടും എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. സോ താങ്ക് യു.